قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് അവർ ചെന്ന് പിതാവിനോട് പറഞ്ഞു, പിതാവേ, യൂസുഫിന്റെ കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ വിശ്വസിക്കാത്തതെന്ത്? ഞങ്ങളോ അവന്റെ ആത്മാർത്ഥ ഗുണകാംക്ഷികളാണല്ലോ. أرسله معنا غدا يرتع ويلعب وإنا له لحافظون. നാളെ അവനെ ഞങ്ങളോടൊപ്പം അയച്ചാലും അവൻ തിന്നു കുടിച്ച് കളിച്ചുല്ലസിക്കട്ടെ. തീർച്ചയായും ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം. ബൈബിളിന്റെയും തൽമൂദിന്റെയും വിവരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ വിവരണം. അവയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് യൂസുഫിന്റെ സഹോദരന്മാർ ഷെഖേം ഭാഗത്തേക്ക് കാലികളെ മേയ്ക്കാൻ പോയതായിരുന്നു. അപ്പോൾ അവരെ അന്വേഷിച്ചുകൊണ്ട് യാക്കൂബ് നബി യൂസുഫിനെ അവരുടെ അടുത്തേക്ക് അയക്കുകയായിരുന്നു. പക്ഷേ വിദൂരമായ ഒരു അനുമാനമാണിത്. കാരണം സഹോദരന്മാർക്ക് യൂസുഫിനോടുള്ള അസൂയയെപ്പറ്റി നല്ലവണ്ണം അറിയുന്ന യാക്കൂബ് നബി സ്വന്തം നിലയിൽ അവനെ അവർക്കടുത്തേക്ക് അയക്കാൻ സാധ്യതയില്ല. ഖുർആന്റെ വിവരണമാണ് ഇവിടെയും കൂടുതൽ യുക്തിസഹമായിട്ടുള്ളത്. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. പിതാവ് പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എന്നെ ഉത്കണ്ഠാകുലനാക്കും. നിങ്ങൾ അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ തിന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. അവർ മറുപടി കൊടുത്തു, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അവനെ ചെന്നായ പിടിക്കുകയോ, അതും ഞങ്ങൾ ഒരു സംഘമുണ്ടായിരിക്കെ, എങ്കിൽ തീർച്ചയായും ഞങ്ങൾ തീരെ കൊള്ളരുതാത്തവരായിരിക്കുമല്ലോ. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. അങ്ങനെ സമ്മർദ്ദം ചെലുത്തി അവർ യൂസഫിനെ കൊണ്ടുപോവുകയും ഒരു പൊട്ടക്കിണറിന്റെ ആഴത്തിലേക്ക് തള്ളാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ നാം യൂസഫിന് ബോധനം നൽകി. അവരുടെ ഈ വിക്രിയ നീ അവരോട് പറയുന്ന ഒരവസരം വരുന്നുണ്ട്. അവരോ തങ്ങളുടെ കർമ്മഫലത്തെ സംബന്ധിച്ച് ബോധമില്ലാത്തവരാകുന്നു. ഇവിടെ വഹും ലാ യശൂറൂൻ എന്ന വാക്യം 3 വിധത്തിൽ അർത്ഥം നൽകാവുന്ന രൂപത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. 3 ഇവിടെ ഉദ്ദേശിക്കാവുന്നതാണ്. 1, നാം യൂസുഫിനെ കിണറ്റിൽ വെച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകുന്നുണ്ടെന്ന കാര്യം അപ്പോൾ സഹോദരന്മാർ അറിഞ്ഞിരുന്നില്ല. 2, നീ ഊഹിക്കുക പോലും ചെയ്യുകയോ നിന്നെ തിരിച്ചറിയുകയോ ചെയ്യാത്ത ഒരവസരത്തിൽ അവരുടെ ചെയ്തികളെപ്പറ്റി നീ അവരോട് സംസാരിക്കും. 3, ഇന്ന് ഒന്നും മനസ്സിലാവാതെയാണവർ ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ അനന്തരഫലം എന്താകുമെന്ന് അവർക്കറിയില്ല. ഈ സന്ദർഭത്തിൽ അള്ളാഹു യൂസുഫിനെ വല്ല മട്ടിലും സമാശ്വസിപ്പിച്ചുവോ എന്നതിനെക്കുറിച്ച് ബൈബിൾ ഒന്നും പറയുന്നില്ല. അതിനു പകരം തൽമൂദിന്റെ വിവരണം ഇങ്ങനെയാണ്: കിണറ്റിൽ പതിച്ചപ്പോൾ യൂസുഫ് പരിഭ്രാന്തനാവുകയും സഹോദരന്മാരുടെ നേരെ കരഞ്ഞ് കേണുകൊണ്ടിരിക്കുകയും ചെയ്തു. ഖുർആനിക വിവരണം വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരരായ വ്യക്തിത്വങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു മഹാനെ വർണ്ണിക്കുന്നതായാണ്. തൽമൂദ് വായിക്കുമ്പോൾ തോന്നുന്നതിതാണ്: മരുഭൂമിയിലെ ഏതോ ബദവികൾ ഒരു കുട്ടിയെ പിടിച്ച് കിണറ്റിലെറിഞ്ഞു. അത്തരം സന്ദർഭങ്ങളിൽ ഏതൊരു കുട്ടിയും ചെയ്യുന്നത് ആ കുട്ടിയും ചെയ്തു എന്നത്രേ. വൈകുന്നേരം അവർ വിലപിച്ചുകൊണ്ട് പിതാവിനെ സമീപിച്ചു. وتركنا
يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين. അവർ പറഞ്ഞു, പിതാവേ, യൂസഫിനെ സാമാനങ്ങൾക്കരികിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഓട്ടമത്സരത്തിലേർപ്പെട്ടതായിരുന്നു. അതിനിടയിൽ ചെന്നായ വന്ന് അവനെ തിന്നുകളഞ്ഞു. അങ്ങ് ഞങ്ങളുടെ വാക്ക് വിശ്വസിക്കുകയില്ല, ഞങ്ങൾ എത്ര സത്യം പറയുന്നവരായാലും. وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. അവർ കൃത്രിമരക്തം പുരട്ടി യൂസഫിന്റെ കുപ്പായവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് പിതാവ് പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സ് ഒരു കടും കൈ അനായാസം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിപ്പിച്ചതാണ്. ശരി, ക്ഷമിക്കാം, ഭംഗിയായി ക്ഷമിക്കാം. നിങ്ങളുടെ വാദത്തിന്റെ സത്യാവസ്ഥ അറിയാൻ അല്ലാഹു തന്നെ സഹായിക്കണം. ഇവിടെ ആയത്തിലുള്ള സ്വബറുൻ ജമീലുൻ എന്നതിന്റെ വാക്യാർത്ഥം ഭംഗിയായ ക്ഷമ എന്നാണ്. ആപത്ത് വരുമ്പോൾ ആവലാതിയില്ലാതെ, വെപ്രാളപ്പെടാതെ, ശാന്തചിത്തരായി ക്ഷമയോടെ അതിനെ നേരിടുന്ന സ്വഭാവ മഹിമയെയാണ് ഇത് പ്രകാശിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ യാക്കൂബ് നബി പ്രകടിപ്പിച്ച പ്രതികരണം ഒരു സാധാരണ പിതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത വിധത്തിലാണ് ബൈബിളും തൽമൂദും വിവരിച്ചിരിക്കുന്നത്. ബൈബിളിന്റെ വിവരണം ഇങ്ങനെയാണ്: ഇത് കേട്ടപ്പോൾ യാക്കോബ് സ്വന്തം അങ്കി വലിച്ചു കീറി അരയിൽ ചാക്കുടുത്തു, അനേക ദിവസം പുത്രനെക്കുറിച്ച് വിലപിച്ചു. തൽമൂദിന്റെ വിവരണം ഇങ്ങനെയാണ്: യാക്കോബ് മകന്റെ കുപ്പായം തിരിച്ചറിഞ്ഞപ്പാടെ മുഖം കുത്തി നിലത്തു വീണു, വളരെ നേരം നിശ്ചലനായി, ബോധമില്ലാതെ അങ്ങനെ കിടന്നു. പിന്നീട് എഴുന്നേറ്റ് ഉച്ചത്തിൽ അട്ടഹസിച്ചു, ഇതെന്റെ മകന്റെ വസ്ത്രം തന്നെ. അങ്ങനെ അദ്ദേഹം 1 വർഷം വരെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. എല്ലാ പിതാക്കളും ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യുന്നത് തന്നെ യാക്കൂബ് നബിയും ചെയ്തതായി ഇവ ചിത്രീകരിച്ചിരിക്കുന്നു. പക്ഷേ ഖുർആൻ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഒരു അസാധാരണ വ്യക്തിത്വത്തെയാണ് നാം കാണുക. തികഞ്ഞ സ്ഥൈര്യവും ഗാംഭീര്യവുമുള്ള ഒരാൾ. ഇത്രയും വലിയ ഒരു ദുഃഖവാർത്ത കേട്ടിട്ടും അദ്ദേഹത്തിന്റെ സമനില തെറ്റുന്നില്ല. ലക്ഷണങ്ങൾ സമർത്ഥമായി വിശകലനം ചെയ്ത് അസൂയാലുക്കളായ സഹോദരന്മാർ കെട്ടിച്ചമച്ച കള്ളക്കഥയാണിതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പിന്നീട് ഒരു ഉദാരഹൃദയന് ചേരും മട്ടിൽ തികഞ്ഞ ക്ഷമ അവലംബിക്കുകയും കാര്യങ്ങൾ അന്തിമമായി അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. ഒരു യാത്രാസംഘം അതുവഴി വന്നു. അവർ വെള്ളം കൊണ്ടുവരാൻ വെള്ളം കോരിയെ അയച്ചു. അയാൾ തൊട്ടി കിണറ്റിലിറക്കിയപ്പോൾ യൂസഫിനെ കണ്ടു വിളിച്ചു പറഞ്ഞു, ഹായ് സുവാർത്ത, ഇവിടെ ഇതാ ഒരു ബാലൻ. ആ ജനം അദ്ദേഹത്തെ ഒരു കച്ചവടച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. എന്നാൽ അവർ ചെയ്യുന്ന സംഗതിയെപ്പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിവുള്ളവനായിരുന്നു. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. ഒടുവിൽ അവരദ്ദേഹത്തെ തുച്ഛമായ ഏതാനും ദിർഹമുകൾക്ക് വിറ്റുകളഞ്ഞു. അവന്റെ വിലയുടെ കാര്യത്തിൽ അവർ അധികമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സംഭവത്തിന്റെ ശരിയായ രൂപം ഇങ്ങനെ മനസ്സിലാക്കാം. യൂസുഫിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലെറിഞ്ഞ ശേഷം സ്ഥലം വിട്ടു. പിന്നീട് ഒരു യാത്രാസംഘം വന്ന് അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കരകയറ്റി ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റു. പക്ഷേ ബൈബിളിന്റെ വിവരണം അങ്ങനെയല്ല. യൂസുഫിന്റെ സഹോദരന്മാർ ഇസ്മായില്യരുടെ ഒരു യാത്രാസംഘം വരുന്നത് കണ്ടു. അപ്പോൾ യൂസുഫിനെ കിണറ്റിൽ നിന്നെടുത്ത് അവർക്ക്